ഈ പോകുന്ന സുന്ദരനെ കാണാനായിട്ട് 3 മണിക്കൂർ യാത്ര ചെയ്ത വൂപ്പർട്ടാൽ എന്ന സ്ഥലത്ത് പോയ കഥയാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് രാവിലെ തന്നെ കിട്ടിയ ബസ്സിന് കയറി, കൂടെ ഞങ്ങളുടെ 2 കൂട്ടുകാരും. അങ്ങനെ ഒരു ബസ്സും 2 ട്രെയിനും കയറി ഞങ്ങൾ വൂപ്പർട്ടാലിലേക്ക് യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് അതിമനോഹരമായ കാഴ്ചകൾ. പണ്ടാരോ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും യൂറോപ്പിൽ വന്ന ഈ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ വൂപ്പർട്ടാൽ മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്ത് ഭംഗിയാണെന്നറിയോ ഈ റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭംഗിയും ഇതിനുള്ളിലെ ഫെസിലിറ്റീസും ഈ ഷോർട്സിൽ നമുക്ക് ഇട്ടാൽ തീരില്ല. അതിനുവേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയ എല്ലാ സാധനങ്ങളും ഒരു കൈക്കുമ്പിളിൽ എന്ന് പറഞ്ഞതുപോലെ എല്ലാ മെയിൻ ബ്രാൻഡഡ് ഷോപ്പുകളുമാണ് ഈ റെയിൽവേ സ്റ്റേഷന് ചുറ്റും. അങ്ങനെ നമ്മുടെ താരം വന്നു. ഈ ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇനി ഈ സുന്ദരന്റെ പേരറിയണ്ടേ? ഷ്വേബേ ബാൻ. ഡോയ്ച്ച്ലൻഡ് ടിക്കറ്റ് ഉള്ള ഏതൊരാൾക്കും 5 പൈസ മുടക്കില്ലാതെ ഈ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ഇതാണ് ഈ ട്രെയിനിന്റെ സൈഡ് വ്യൂ. നമുക്ക് സൈഡിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഷ്വേബേ ബാൻ പോകുന്നത് കാണാം. ഇനി ഇതാണ് മക്കളെ ഇതിന്റെ ബാക്ക് വ്യൂ. ഇതാണ് ഏറ്റവും അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. അപ്പൊ ബൈ ദ വേ നമുക്ക് ഈ ബാണിന്റെ ഉള്ളിലത്തെ കാഴ്ച കണ്ടാലോ? നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സൈഡിലേക്കാണ് ഇതിന്റെ സീറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ബാണിൽ യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യരും അവർക്ക് പോകാൻ ഒരു കാരണവും ഒരു സ്റ്റേഷനും ഉണ്ട്. ഞങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് പോകാൻ ഒരു സ്റ്റേഷനുമില്ല. ഞങ്ങൾക്ക് ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും സന്തോഷം. ഈ ബാണില് ഇതുപോലെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ അത് വരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം. ഞങ്ങൾ അവിടെ കണ്ട സൂ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഈ ബാണിന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം മിനിറ്റുകൾ പോലും അത് അവിടെ നിൽക്കത്തില്ല. സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് അടഞ്ഞ് തിരിച്ചു പോകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 ആൾക്കാരും 2 വാതിൽ കൂടിയാണ് ഇറങ്ങിയത്. പിന്നീട് നമ്മൾ അവിടെ ഇറങ്ങി കുറെ ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം എടുത്തു. ഇന്നത്തെ താരം ഇവനായതുകൊണ്ട് തന്നെ ഈ ബാണിനെ പറ്റിയായിരുന്നു ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അതേ ബാണിന് തന്നെ നമ്മൾ കയറിയ സ്ഥലത്തെത്തി. അങ്ങനെ വൂപ്പർട്ടാലിലെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അത് മാത്രമല്ലായിരുന്നു കേട്ടോ ഉദ്ദേശം. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. സ്ട്രീറ്റിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു വിയറ്റ്നാമി റെസ്റ്റോറന്റിലാണ് കയറിയത്. ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. റെസ്റ്റോറന്റിന്റെ പേര് ഹനോയ് സ്ട്രീറ്റ് ഫുഡ് എന്നാണ്. നമുക്ക് അകത്തും പുറത്തും ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയായി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പം. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടുത്തെ മാളുകളിലൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നീട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഏകദേശം 6-6:30 തിരിച്ചു പോയപ്പം. ഇതാണ് കൊളോണിലേക്ക് പോകാനുള്ള ട്രെയിന്. ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് അങ്ങോട്ട് ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ 6:00ക്കാണ് വന്നതും തിരിച്ചു പോകുന്നതും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.